പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ശവശരീരം സംസാരിക്കുമോ? എന്നാൽ ഇതാ ഒരു രംഗം. വിശുദ്ധ അന്തോനീസിന്റെ ഭവനമായ ബുൾഹോം കൊട്ടാരവളപ്പിൽ ഒരു മൃതദേഹം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ലിസ്ബൺ ഗവർണറും മജിസ്ട്രേറ്റുമായ പിതാവ് മർട്ടിനോ പ്രഭു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശവശരീരം കോടതിയിലെത്തിച്ചു. അന്തോനീസ് സഹായിക്കാൻ എത്തി. അവ ശരീരത്തോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ കൊല ചെയ്തത്? എങ്ങനെ നിങ്ങൾ ബുൾഹോം കൊട്ടാര വളപ്പിൽ സംസ്കരിക്കപ്പെട്ടു? പെട്ടെന്ന് ആ ശവം ഉത്തരം പറഞ്ഞു, എന്നെ കൊന്നത് ഫിലിപ്പിനോ പ്രഭുവാണ്. മാർട്ടിനോ പ്രഭുവിനോടുള്ള അസൂയ നിമിത്തം എന്നെ മനഃപൂർവ്വം കൊല ചെയ്ത് അർദ്ധരാത്രിയിൽ ബുൾഹോം കൊട്ടാരവളപ്പിൽ സംസ്കരിച്ചതാണ്. കോടതി ഞെട്ടിപ്പോയി. വിധി ഉടൻ വന്നു. മാർട്ടിനോ പ്രഭു കുറ്റവിമുക്തനായി. പകരം ഫിലിപ്പിനോ പ്രഭു അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, സുഭാഷിതം 13:6, സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കത്തുകൊള്ളും, എന്നാൽ ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കും. നമ്മുടെ ജീവിതം സത്യസന്ധമായിരിക്കട്ടെ. അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. നമുക്ക് സ്നേഹത്തോടെ ദൈവത്തോടൊത്ത് അയൽക്കാരൻ്റെ സഹായിയായി മുന്നേറണ്ടേ? നല്ല അയൽക്കാരനായി ജീവിക്കാൻ പരിശ്രമിക്കാം. നന്ദി.